ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷയും കൗൺസിലറുമായിരിക്കുന്ന ആർ. ശ്രീലേഖ കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന ഒരു പ്രതിഷേധത്തിൽ ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മഹിളാ മോർച്ചയുടെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ആർ. ശ്രീലേഖ മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ അതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. മുൻ DGP ആയിരുന്ന വനിതാ IPS ഉദ്യോഗസ്ഥ തന്നെ പോലീസിനെതിരായ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് കൗതുകമാവുകയും സോഷ്യൽ മീഡിയ ചർച്ചയാവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ആർ. ശ്രീലേഖ തന്നെ ചേരുകയാണ്. മേഡം നമസ്കാരം. ഇത് സാധാരണ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുക്കും, മഹിളാ മോർച്ച പ്രവർത്തകർ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും അത്തരത്തിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. പക്ഷേ താങ്കൾ ആ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തപ്പോൾ, കാരണം താങ്കൾ 33 വർഷം പോലീസ് സേനയിൽ സർവീസ് അനുഷ്ഠിച്ച വ്യക്തിയാണ്, DGP ആയി ഉന്നത പദവിയിലിരുന്ന് വിരമിച്ചൊരു വ്യക്തിയാണ്. താങ്കൾ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകയാകുന്നു. സജീവ രാഷ്ട്രീയ പ്രവർത്തകയാകുമ്പോൾ സ്വാഭാവികവും താങ്കളുടെ രാഷ്ട്രീയമാണ്. പക്ഷേ അത് താങ്കൾ അവിടെ ആ ഒരു മഴയത്ത് നനഞ്ഞുകൊണ്ടൊരു പോലീസ് സ്റ്റേഷന് മുന്നിൽ മുദ്രാവാക്യം വിളിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തതാണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ചർച്ചയും കൗതുകവും ഒക്കെ ആയിരിക്കുകയാണ്. ഞാനിപ്പോഴും പോലീസിൻ്റെ നന്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പോലീസ് എന്ന് പറയുന്ന കാക്കിയിട്ടിരിക്കുന്നത് ജനങ്ങളെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം കാണുമ്പോൾ പണ്ടും വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട്. അവർക്കെതിരെ നടപടി എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ഊരി പോകുന്നത് കണ്ടിട്ടും വലിയ ബുദ്ധിമുട്ടും വിഷമമൊക്കെ തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഈ എല്ലാ പോലീസിനുമെതിരെ അല്ല ഇത് പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത്. വട്ടിയൂർക്കാവ് SHO ആയിട്ടുള്ള വിപിൻ എന്ന് പറയുന്ന ആൾ വളരെ മോശം ഒരു പാസ്റ്റുള്ള ഒരാളാണ്. ആൾക്കെതിരെ വളരെയധികം പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയിൽ കേസുകളും പരാതികളും ഉണ്ടോയെന്ന് അന്വേഷിച്ച് നോക്കൂ. ഇപ്പോൾ സ്ത്രീകൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ആൾ വളരെ മോശമായ രീതിയിൽ വേഷം ധരിച്ചുകൊണ്ടാണ് അവരെടുത്തോട്ട് പോകുന്നത് പോലും. ഷോർട്ട്സും ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് സ്ത്രീകളുടെ പരാതി കേൾക്കാനൊക്കെ ഇരിക്കുന്ന ഒരു പടം വരെ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്താൽ കിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക്. അങ്ങനെ പലതരത്തിലുള്ള അച്ചടക്ക നടപടി നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയെ പിടിച്ച് വട്ടിയൂർക്കാവിൽ തന്നെ ഇരുത്തണം എന്ന സർക്കാരിന് എന്തായിരുന്നു നിർബന്ധം? ഞാൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ BJP പ്രവർത്തകരെ ഇതുപോലെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെങ്ങന്നൂർ SHO ആയിട്ടിരുന്ന ആളെ പിടിച്ച് ഇവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാവോ അങ്ങനെയൊക്കെ BJP പ്രവർത്തകരെ ഉപദ്രവിച്ചോളൂ എന്ന്. അതിനുള്ള മൗന അനുവാദം ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ആൾക്ക് INTUC നേതാക്കളുമായിട്ട് വളരെ വലിയ കണക്ഷനുണ്ട്. ആളുടെ ഫാമിലി വൈഫുമൊക്കെ അങ്ങനെയുള്ള ഒരാളാണെന്നാണ്, ഒരു കണക്ഷനുള്ള ആളാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയുമായിട്ട് വളരെയധികം അടുപ്പമുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. അതുകൊണ്ട് ആൾ എന്ത് ചെയ്താലും ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കും, ആൾക്കൊരു പിന്തുണ കിട്ടും. ആളെ ഒരു കാരണവശാലും സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ സസ്പെൻഡ് ചെയ്യുകയോ എന്ത് ബുദ്ധിമുട്ട് ചെയ്താലും, സാധാരണ ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ തല്ലി കണ്ണ് അടിച്ച് പൊട്ടിച്ച് ഇതുപോലെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് ആശുപത്രിയിലാക്കിയ ഒരു ലീഗൽ കേസാവില്ലേ? ഡോക്ടർമാർ എഴുതി കൊടുക്കുകയാണ് ഇങ്ങനെ അടിച്ചതിൽ വെച്ച് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ പോലീസ് കേസ് എടുക്കില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ തലയ്ക്ക് അടിയുമേറ്റ് കൈയും പൊട്ടി കണ്ണും അടിച്ച് പൊട്ടിച്ച് ശരീരമാസകലം പരിക്കുമായിട്ട് പോലീസ് അടിച്ച് കൊണ്ടുവരുന്നവർക്കെതിരെ പോലീസ് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? എന്തുകൊണ്ടാണ് പോലീസ് ഈ ഇടിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാത്തത്? ആ പോലീസിന് എന്തും ചെയ്യാമോ? വെയിൽ തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നത് അത് സംഭവിച്ചു കൊടുക്കാൻ പറ്റും? പോലീസിന് മൊത്തത്തിലുള്ള പോലീസിൻ്റെ തന്നെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അത് ഇപ്പോൾ പോലീസുകാരെ പോലും കാക്കിയിട്ടവരെ കണ്ടാൽ പോലും ഒരു വെറുപ്പ് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരിരിക്കുന്നുണ്ടല്ലേ. ഒരു സ്ത്രീക്കെതിരെ അസഭ്യം കാണിച്ച ഒരാൾക്കെതിരെ പരാതി കൊടുത്തു. കാരണം അസഭ്യം കാണിച്ച ആൾ, ലൈംഗിക ചേഷ്ട കാണിച്ച ആൾ CPM-കാരനാണ്. അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ ധൈര്യപ്പെട്ട ഒരു BJP-കാരൻ എന്ന പേരിലല്ലേ അമ്പലത്തിനകത്ത് അതിക്രമിച്ച് കയറി ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ, പ്രതി അല്ലാത്ത ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇത്രയധികം ക്രൂരമായിട്ട് പീഡിപ്പിച്ച് ഉപദ്രവിച്ചിട്ട് AR ക്യാമ്പിൽ കൊണ്ടിട്ട് അവിടേക്ക് പോയാൽ ഞങ്ങളുടെ BJP പ്രവർത്തകരെ കാണാൻ പോലും അനുവദിച്ചില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ ആളുടെ ഞെട്ടിപ്പിക്കുന്ന അവസ്ഥ മനസ്സിലാക്കി ആശുപത്രി കൊണ്ടുപോകുമല്ലോ എന്നുള്ള പേടി കാരണം കാണാൻ പോലും അനുവദിച്ചില്ല. അവസാനം മേയർ വന്നിട്ടാണ് അകത്ത് കയറി ആളെ ആശുപത്രി കൊണ്ടുപോയത്. എന്നിട്ട് എന്തായിരുന്നു ജനറൽ ആശുപത്രിയുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ബഹളം? അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ചികിത്സ എടുക്കാൻ സമ്മതിക്കുന്നില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. ഇതേ ഇടിച്ച പോലീസുകാർ തന്നെ ഒരു വ്യക്തിയെ മെഡിക്കൽ കോളേജിലോട്ട് ആ ഇടിവണ്ടി കയറ്റി കൊണ്ടുപോകുന്നത് നമ്മളെങ്ങനെ സഹിക്കും? അതിൻ്റെ പ്രതിഷേധമായിട്ടാണ് ഒരു സ്ത്രീക്കെതിരെ നടന്ന ഒരു അക്രമം. അതിന് പുറമേ ഇങ്ങനെ ഇതുപോലെയുള്ള അതിക്രമങ്ങൾ മഹിളാ മോർച്ചക്കാർ അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഞാൻ കൂടെ നിൽക്കണ്ടേ? അവരുടെ മുന്നിൽ ഞാൻ നിൽക്കണ്ടേ? ഒരു വനിതാ കൗൺസിലർ എന്നുള്ള നിലയിലല്ല, ഒരു BJP-യുടെ ഉപാധ്യക്ഷ എന്നുള്ള നിലയിൽ തന്നെ അവർക്കുള്ള സപ്പോർട്ട് ഞാൻ കൊടുക്കണ്ടേ? അതേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷേ ആ ഒരു മുദ്രാവാക്യം വിളിച്ച് നേതാവ് ഒരു മുദ്രാവാക്യം വിളിക്കുന്നു, അപ്പോൾ അത് താങ്കൾ ഏറ്റു പറഞ്ഞു.
പോടാ പുല്ലേ പോലീസെ, പിണറായിയുടെ ഗുണ്ടകളോ എന്ന രീതിയിലൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ. അതാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റുപിടിച്ചത്. അതായത് താങ്കളായതുകൊണ്ടാണ് ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ, അതിനപ്പുറത്തേക്ക് മുൻ DGP ആയിരുന്നൊരു വ്യക്തി തന്നെ ഒരു സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുത്ത് അങ്ങനെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു കൗതുകമല്ല, അത് അത്രയ്ക്കും അസഹനീയമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. ഇതിനു മുമ്പ് 5 വർഷമായി ഞാൻ പോലീസിൽ നിന്ന് വിരമിച്ചിട്ട്. ഇതിനു മുമ്പ് ഇതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഈ വട്ടിയൂർക്കാവ് തന്നെ പോലീസ് സ്റ്റേഷൻ മാർച്ച് പലരും നടത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് വനിതാ പ്രവർത്തകർ തന്നെ വട്ടിയൂർക്കാവിൽ പോയിട്ടുണ്ട്. ഈ 17-ാം തീയതി, 18-ാം തീയതി, 19-ാം തീയതി 3 ദിവസമായിട്ടുണ്ടായ സംഭവങ്ങളാണ്. എന്നിട്ട് ഇന്നലെ മാത്രമേ ഞാൻ പോയുള്ളൂ. അതെന്തുകൊണ്ടാണ്? അത്രയ്ക്ക് എൻ്റെ ഹൃദയം വേദനിച്ചത് കൊണ്ടാണ്. ഒരു കാഴ്ച കണ്ട് ഇതുപോലെയുള്ള ക്രൂരത ഒരു അടിയന്തരാവസ്ഥ കാലത്ത് പോലും ജനങ്ങളുടെ നേരെ ഒരു പോലീസ് കാട്ടിയിട്ടില്ല. അതുപോലുള്ളൊരു ക്രൂരത കാണിക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസർ എന്നുള്ളതൊക്കെ നമ്മൾ മറന്നുപോകും. അല്ലെങ്കിൽ അത് എനിക്ക് തന്നെ നാണക്കേടായിട്ട് തോന്നും. ഇത്രയും നാൾ ഞാൻ ജോലി ചെയ്തത് കാക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ടായിരുന്നോ? ഇതുപോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നോ? ഈ വിപിൻ എന്ന് പറയുന്ന SHO ആ സമയം ഉണ്ടായിരുന്നിരിക്കണമല്ലോ സർവീസിൽ. നാണക്കേട് തോന്നുന്നില്ലേ? അപ്പോൾ ഇതുപോലെ പ്രവർത്തിക്കുന്ന പോലീസുകാർക്കെതിരെ പ്രതികരിക്കാൻ ധൈര്യം ഇവിടെ പോലീസുകാർക്കില്ല എന്നുണ്ടെങ്കിൽ വിരമിച്ച ഒരു പോലീസ് ഓഫീസറെങ്കിലും കാണിക്കണ്ടേ? ഇവിടെ സേവനം അനുഷ്ഠിക്കുന്ന പോലീസുകാർക്ക് അയാളുടെ ഒരു രോമത്തിൽ തൊടാൻ പോലും ധൈര്യമില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോൾ എത്ര നാളായി? 2-3 ദിവസം ആയില്ലേ ആൾ ആശുപത്രിയിലായിട്ട്? എന്തെങ്കിലും നടപടി എടുത്തോ? ഇത്രയും പ്രതിഷേധം ഉണ്ടായിട്ട് ഇന്നലെ വനിതകളുടെ നേരെയും ഇതുപോലെ കയ്യൂക്ക് കാണിച്ചിട്ട് 4-5 വനിതകൾ വരെ മഹിളകൾ വരെ ആശുപത്രിയിലായല്ലോ. എന്ത് ചെയ്തു ഇവർക്കെതിരെ? ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവരുടെ ആ ഒരു SHOയുടെയും ആ ഒരു ദീപു പിള്ള എന്ന് പറയുന്ന ഈ വിപിനെ നമ്മുടെ ബിനു എന്ന് പറയുന്ന BJP പ്രവർത്തകനെ മർദ്ദിച്ച വിപിൻ എന്ന് പറയുന്ന SHOയും അതുപോലെ ദീപു പിള്ള എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടറിൻ്റെയും എതിരെ ഒരു രോമത്തിൽ പോലും തൊടാനുള്ള ധൈര്യം ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് DGPക്കോ കമ്മീഷണർക്കോ ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം അവരോട് പറഞ്ഞു ചെയ്യരുത് എന്ന് പറഞ്ഞു. അതാരാ പറഞ്ഞിരിക്കുന്നത്? ഇത് ഭരിക്കുന്ന മന്ത്രിമാർ തന്നെയല്ലേ. അപ്പോൾ അതിനെതിരെ പറയാൻ ഞാനെന്തിനാ മടിക്കുന്നത്? ഞാനെന്തിനാ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു അതുകൊണ്ട് പറയാൻ പാടില്ല? അയ്യോ, ഞാൻ ഇനി പറഞ്ഞ ആളുകൾ എന്ത് കരുതും? അത്രയ്ക്ക് ധൈര്യമില്ലാത്ത ആൾക്കാരാണോ ഇവിടെ ഉള്ളത്? ഇവർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് അവർ അതിന് മറുപടി പറയണം. അതിനപ്പുറത്തേക്ക്, ഈ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ BJP ലീഗലായി നിയമപരമായത് ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായ ഒരു നടപടിയോ പോരാട്ടത്തിലേക്കോ പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും വേണമല്ലോ. നമ്മൾ ഇപ്പോൾ പോലീസിനെതിരെ ഒരു കൈ പൊക്കിയാൽ തന്നെ കേസാക്കുമല്ലോ അവർ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ ആദ്യത്തെ FIR തന്നെ ഉള്ളത്. അതിനകത്ത് CPM-കാരും BJP-കാരും കൂടെ ഒത്തുചേർന്ന് പോലീസിനെ ആക്രമിച്ചു എന്നുള്ള രീതിയിലാണ് കേസെടുത്ത് വെച്ചിരിക്കുന്നത്. ആ കേസിൻ്റെ പുറത്താണ് അമ്പലത്തിൽ കയറി വന്ന് കണ്ടാൽ അറിയാവുന്ന 60 പേരെന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടാൽ അറിയാവുന്നതെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അവർ പ്രതികളല്ല. ആ FIR-ലെ പേരുള്ള പ്രതികളൊന്നും അല്ല. പക്ഷെ പിന്നീട് പ്രതികളാക്കി. അപ്പോൾ അങ്ങനെ പോലീസിന് എന്തും ചെയ്യാം എന്നുള്ളൊരു രീതി വന്നു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കണ്ടേ? തീർച്ചയായിട്ടും ഒരു നടപടി ഉണ്ടാവുന്നത് വരെ BJP ഒരു പാർട്ടിയായും ഞാനൊരു വ്യക്തിയായും ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ എന്നുള്ള നിലയിലും തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കും. ആളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക തന്നെ വേണം. അതാണ് ചെയ്യേണ്ടത്. ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ, നന്മ വേണമെന്നുണ്ടെങ്കിൽ, പോലീസിൻ്റെ നന്മയിൽ ജനം വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ, കാക്കിക്കുപ്പായം എന്നുള്ളത് പൊതുജന സേവനത്തിന് വേണ്ടിയാണ് എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കിരാതന്മാരെ ഇനിയും സർവീസിൽ ഇരുത്തരുത്. സസ്പെൻഡ് ചെയ്ത് നടപടിയെടുക്കണം. അതാണ് വേണ്ടത്. കേരള പോലീസിനെതിരെയല്ല, ആ വ്യക്തി 2 ഉദ്യോഗസ്ഥരെയാണ് ശ്രീലേഖ പറയുന്നത്. ആ 2 ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നു. അതിനെ മുഴുവൻ കേരള പോലീസിനോ സേനയ്ക്കോ എതിരായിട്ടല്ല എന്ന് തന്നെ ശ്രീലേഖ ആവർത്തിക്കുകയാണ് തൻ്റെ നിലപാട്. ക്യാമറാമാൻ സുരേഷിനൊപ്പം അൻഫ്രി ഡിസൂസ.